നമസ്കാരം. എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് മധുരം കഴിക്കണമെങ്കിൽ പ്രത്യേക ആഘോഷവേളകൾ വേണമെന്നില്ല. എപ്പോൾ കിട്ടിയാലും കഴിക്കാൻ റെഡിയാണ് നാം. ഇത്തരത്തിൽ എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പേട. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പേട ഉണ്ടാക്കിയാലോ? ഈ പേട ഇന്ന് നമുക്കായി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ചന്ദ്രിക. പേട തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് 200 ഗ്രാം ഖോയ. എന്താണ് ഇത് എന്നോർത്ത് അത്ഭുതപ്പെടേണ്ട, പാൽ കുറുക്കിയെടുത്തതാണിത്. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് തേങ്ങ ചിരകിയെടുത്തത്, ഉണക്കത്തേങ്ങ അല്ലെങ്കിൽ കൊപ്ര ചിരകിയതാണ് ഇത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. പേട ഉണ്ടാക്കാനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരൽപ്പം നെയ്യ് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ഖോയ ചേർക്കാം. തീ ഒരൽപ്പം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. ഖോയയുടെ കട്ടി ഒരൽപ്പം ലൂസായി ഈ പരുവത്തിൽ നമുക്ക് ലഭിക്കും. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ മിശ്രിതം ഈ പരുവത്തിലായി വരും. ഇതിലേക്ക് ചിരകിയ കൊപ്ര തേങ്ങ ചേർക്കാം. ഇതും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടെ ചേർത്തിളക്കാം. നമ്മുടെ ഈ പേട കൂട്ട് ഒന്ന് കട്ടിയായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ അനുവദിക്കുക. പേട തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഇങ്ങനെ എടുത്ത് ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യുക. പേട റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് ചിരകിയ തേങ്ങ ഇങ്ങനെ വിതറുകയാണ്. കാണാൻ അടിപൊളിയായിട്ടില്ലേ? കാണാൻ മാത്രമല്ല, കഴിക്കാനും. അപ്പം ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തണമെങ്കിൽ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.